വേദനിക്കുന്നവർക്ക് എം എ യൂസഫ് അലി പലപ്പോഴും ആശ്വാസമാകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വിഷു ദിവസം എം എ യൂസഫ് അലിയുടെ വിഷു കൈനീട്ടത്തിന് അർഹയായത് ജയ്സമ്മയും മകളുമാണ്. ജയ്സമ്മയ്ക്കും മകൾക്കും വിഷു കൈനീട്ടമായി യൂസഫ് അലിയിൽ നിന്ന് ലഭിച്ചത് പുതിയ വീട്. 15 ലക്ഷം രൂപ ചിലവിൽ പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്ന് എം എ യൂസഫ് അലി. ജീവിത ദുരിതങ്ങളോട് പടവെട്ടി തോറ്റ ഒരു വീട്ടമ്മയും മകളുമാണ് ജയ്സമ്മയും മകളും. ഇവർക്കിനി അടച്ചുറപ്പുള്ള പുതിയ വീട്ടിൽ അന്തിയുറങ്ങാം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഇടപെടലോടെയാണ് തൃശൂർ വരടിയം അംബേദ്കർ സ്വദേശിയായ ജയ്സമ്മ മാത്യുവിനും 8ാം ക്ലാസ്സുകാരി മകൾക്കും വിഷുപ്പുലരിയിൽ കൈനീട്ടമെത്തുന്നത്. ഞാൻ കുറച്ച് നാൾ താമസിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് ചോർന്ന് തുടങ്ങി. ചോർന്ന് പൊളിച്ചും മേഞ്ഞിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. അത് അതുപോലെ തന്നെ വീണ്ടും അതിന് നമ്മുടെ ഷീറ്റ് ഇട്ടിട്ട് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ്. അപ്പോഴും ഈ ചെതലില്ലേ അതിങ്ങനെ വീണ് അപ്പൊ നമ്മൾ കാണുന്നില്ലല്ലോ. അടുക്കളയിൽ വല്ലതൊക്കെ വെക്കണമെങ്കിൽ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ അടിയിൽ എന്താ പറയാ ആസ്പെറ്റൽ ഷീറ്റ് മാറ്റി ഇവിടെ പൊട്ടിയിരിപ്പില്ലേ, അത് പൊട്ടി ഞങ്ങളുടെ മേത്തേക്കാണ് വീണത്. മൊത്തം സ്ഥലം വാങ്ങിയത്. ഒരിക്കൽ ടീച്ചറായിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ടീച്ചറാണ്, അത് മാറ്റാൻ പറ്റില്ല. ഞാൻ വീട് മനസ്സിലാക്കിയത് ഇതിൻ്റെ റൂഫ് മഹാമോശമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ നല്ല വീട് പണിയണമെന്ന് ആഗ്രഹം. ഞങ്ങളുടെ ചെയർമാൻ യൂസഫായി ഈ വിവരം അറിഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ പോയി നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഉടനെ വേണ്ടി ചെയ്യും. ഞങ്ങളുടെ എസ്റ്റിമേറ്റ് ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് ചെറിയൊരു നല്ല വീട് ചേച്ചിക്കും അഥവാ ടീച്ചർക്ക് താമസിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ശരിയായി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് വേണ്ട നടപടികൾ ഇന്ന് പോലും തുടങ്ങുന്നതാണ്. ഇത് ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ഒരു സമ്മാനമായിട്ട് ടീച്ചറിനും ലുലു കൊടുക്കുന്നതാണ്. ജയ്സമ്മ ചേച്ചിയുടെ ദുരിതകഥ. ചേച്ചി ഈ കാഴ്ച പരിമിതിയുള്ള സമയത്തും ശരീരത്തിന് ഇത്ര വൈകല്യങ്ങളുള്ളപ്പോഴും ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ചേച്ചിയുടെ കഥ ലണ്ടനിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് യൂസഫ് അലി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്വേഷിച്ചു അദ്ദേഹത്തിന് റിപ്പോർട്ട് നൽകി. ഉടനെ അവരെ വീട് എത്രയും പെട്ടെന്ന് പുതിയൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോൾ യൂസഫ് അലി സാറ് അതിന് എത്ര ചെലവ് വരുന്നോ അത് ഇതാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനോട് ചിലവഴിച്ച് എത്രയും പെട്ടെന്ന് ഇവരെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റണമെന്നാണ് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. നിർദ്ദേശപ്രകാരം സ്വരാജനെ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ അവസ്ഥ ഒന്ന് നോക്കണം. അപ്പോൾ ബാബു സാറും പ്രൊജക്ട് ഡയറക്ടറായിട്ടുള്ള ബാബു സാറും കൂടെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നോക്കി കണ്ട് പുള്ളിക്ക് അതിന് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് വന്നത്. അപ്പോൾ ഈ വിഷുവിൻ്റെ ദിവസത്തിൽ ഇത്രയും നല്ലൊരു സൽക്കർമ്മം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. ഞാൻ അവിടെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ കാക്കനാടൊക്കെ ഞാൻ പോയി പല സ്ഥലങ്ങളും അന്വേഷിച്ചാണെങ്കിൽ ഈ നമ്പർ കിട്ടാനൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതെൻ്റെ വിധി ഇപ്പോഴാണ്. യൂസഫ് സാറിന് കാണാനുള്ള ഒരു ഭാഗ്യം, എനിക്കൊരു ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് സാർ അത് കണ്ടു. സാറിന് നന്ദിയല്ലാണ് എന്താ ഞാൻ പറയുക. ഒത്തിരി നന്ദിയേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. കാരണം യൂസഫ് സാർ ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒത്തിരി ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ. പക്ഷെ അത് വെച്ച് ഞാനിങ്ങനെ നോക്കിയത്. പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ എനിക്കിപ്പോൾ കിട്ടി. കിട്ടിയത് ഞാൻ പറഞ്ഞത് ദൈവാനുഗ്രഹമാകും. എനിക്ക് എൻ്റെ മോൾക്ക് സുഖമായിട്ട് കിടക്കാമല്ലോ, ഇനി ആരോടും ചോദിക്കണ്ടല്ലോ. ജയ്സമ്മ അന്ധയാണ്. അന്ധയായ ജയ്സമ്മയും മകളും ലോട്ടറി വിറ്റാണ് ജീവിതം കഴിഞ്ഞു വന്നത്. ഇവരുടെ ജീവിത ദുരിതത്തിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം ലണ്ടനിൽ വെച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതോടെ കുടുംബത്തിന് സഹായം എത്തിക്കുമെന്ന് എം എ യൂസഫ് അലിയുടെ ഉറപ്പുമെത്തി. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷം ജയ്സമ്മയുടെ പേരിലുള്ള 5 സെന്റ് സ്ഥലത്ത് അടച്ചുറപ്പുള്ള വീട് പണിയാൻ എം എ യൂസഫ് അലി നിർദ്ദേശം നൽകി. ലുലു ഗ്രൂപ്പ് ഇന്ത്യ പ്രോജക്ട് ഡയറക്ടർ ബാബു വർഗീസ്, ലുലു IT സൈബർ പാർക്ക് ഡയറക്ടർ ആൻഡ് CEO അഭിലാഷ് വലിയവളപ്പിൽ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ ജയ്സമ്മയുടെ വീട് സന്ദർശിക്കുകയും വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കുകയും ചെയ്തു. കട്ടളയും ജനാലയും മേൽക്കൂരയും അടക്കം തകർന്നു വീഴാറായ നിലയിലാണ് ജയ്സമ്മയുടെ ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത്. പുതിയ വീട് നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ പറഞ്ഞു. കണ്ണിന് ഇരുട്ട് വീണ ജയ്സമ്മയുടെ കണ്ണും കരളുമായി മകൾ എപ്പോഴും കൂട്ടുണ്ട്. രാവിലെ ശക്തൻ സ്റ്റാൻഡിൽ ലോട്ടറി വിൽക്കാൻ എത്തുക ജയ്സമ്മ തനിച്ചല്ല, പകരം മകളുടെ കൈയും പിടിച്ചാണ് എത്തുക. കാഴ്ചപരിമിതി മാത്രമല്ല, വലത് കൈക്ക് ബലഹീനതയുമുണ്ട്. റോഡരികിൽ ഇരുന്ന് ലോട്ടറി വിൽക്കാൻ മകളാണ് ജയ്സമ്മയ്ക്ക് ഏക സഹായം. അമ്മയെ സുരക്ഷിതമായ നഗരത്തിൽ എത്തിച്ചിട്ടേ മകൾ സ്കൂളിൽ പോലും പോകാറുള്ളൂ.
3-ാം വയസ്സിൽ പോളിയോയ്ക്കൊപ്പം കണ്ണിന് അന്ധതയും തളർത്തിയതാണ് ജയ്സമ്മയെ. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളായി എങ്കിലും ആ ദാമ്പത്യ ബന്ധം തകർച്ചയിലെത്തി. മകളെയും ജയ്സമ്മയും ഒഴിവാക്കി ഭർത്താവ് മൂത്ത മകനെയും കൂട്ടിപ്പോയതോടെ ജീവിതം വീണ്ടും ഇരുട്ടിലായി. തുടർന്നാണ് ലോട്ടറി കച്ചവടത്തിനൊപ്പം മറ്റൊരു ഉപജീവനമായത്. ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക ജോലി 2008 മുതൽ ജയ്സമ്മയ്ക്ക് ആശ്വാസമാണ്. പകൽ സ്കൂളിലെ ജോലിയും പിന്നീട് ലോട്ടറി കച്ചവടവുമാണ് വരുമാനം. ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി വീടും വസ്തുവും വാങ്ങി എങ്കിലും ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ അന്തിയുറങ്ങാൻ സാധിക്കാതെയും വന്നു. തുടർന്ന് വാടക വീട്ടിലേക്ക് മാറുകയായിരുന്നു. വീടിന്റെ വാടക ഇനത്തിൽ 6500 രൂപ മാസം കൊടുക്കണം. ഇതോടെയാണ് ജയ്സമ്മയുടെ കഷ്ടത വാർത്തയായത്. പല കോണിൽ നിന്നും സഹായ വാഗ്ദാനങ്ങൾ എത്തി എങ്കിലും ഇതൊന്നും നടപ്പായിരുന്നില്ല. യൂസുഫലി സാറിനോടുള്ള കടപ്പാട് നന്ദിയും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നാണ് ജയ്സമ്മയുടെ പ്രതികരണം. ഒരുപാട് പേർക്കാണ് ഇത്തരത്തിൽ MA യൂസുഫലി താങ്ങും തണലുമാകുന്നത്. ജയ്സമ്മയുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ് ഒരുപാട് സുമനസ്സുകൾ രംഗത്തെത്തി എങ്കിലും ആ കഷ്ടപ്പാടിൽ ഒരു സഹായം വാഗ്ദാനം ചെയ്യുകയും അത് എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യുന്നതാണ് MA യൂസുഫലിയുടെ മറ്റൊരു പ്രത്യേകത. എന്തായാലും MA യൂസുഫലിയുടെ ഇടപെടൽ കൊണ്ട് ജയ്സമ്മയ്ക്ക് ഇനി സന്തോഷത്തോടെ മകളോടൊപ്പം സുരക്ഷിതയായി ആ വീട്ടിൽ അന്തിയുറങ്ങാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.